എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 23ഉം 24ഉം ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും വസന്തമാലിക വൃത്തം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. ഇനി വരുന്ന ശ്ലോകങ്ങളിലൊക്കെ വസന്തകാലത്തിനെ വർണ്ണിക്കുകയാണെന്ന്. ഈ വസന്തകാല വർണ്ണനത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം സുകുമാരകവി വസന്തമാലിക എന്ന പേരുള്ള വൃത്തം ഉപയോഗിച്ചത് എന്ന് ആ പേരിൻ്റെ സാമ്യം കൊണ്ട് തോന്നുന്നു. നമുക്ക് 23ാമത്തെ ശ്ലോകം ആദ്യം ചൊല്ലാം. മലയാചല സംഭവ സലീലം വലമാന പവമാനഗന്ധഹസ്തി ഭ്രമരാനുഗത സ്മരോപവാഹ്യോ നിഖിലം ക്ഷോഭയതി സ്മ ജീവലോകം. പദച്ഛേദം പറയാദ്യം. മലയാചല സംഭവ സലീലം വലമാന പവമാനഗന്ധഹസ്തി ഭ്രമരാനുഗത സ്മരോപവാഹ്യ നിഖിലം ക്ഷോഭയതി സ്മ ജീവലോകം. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം പറയാൻ. ഇവിടെ കാറ്റിനെ, മലയപർവ്വതത്തിൽ നിന്നും വീശുന്ന കാറ്റിനെയാണ് കവി വർണ്ണിക്കുന്നത്. ആ കാറ്റിനെ ഒരു ആനയോടാണ് ഉപമിക്കുന്നത്. ഉപമിക്കല്ല, രൂപകാലങ്കാരാണ്. പവമാനഗന്ധഹസ്തി, പവമാനൻ ആകുന്ന, കാറ്റാകുന്ന ഗന്ധവാരണം. ഗന്ധവാരണം എന്ന് പറഞ്ഞാൽ മദമിളകിയ ആന എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ഈ കാറ്റിനെ അങ്ങനെ വർണ്ണിച്ചതെന്നാണെങ്കിൽ ഇവിടെ പറയാണ്, ആകെ ഒരു നിയന്ത്രണം വിട്ട മട്ടിലാണ് ആ കാറ്റ് മലയാചലത്തിൽ നിന്ന് വീശി വരണത്, മലയപർവ്വതത്തിൽ നിന്നും താഴത്തേക്ക് സഞ്ചരിച്ചു വരണത്. അതാണ് മലയാചല സംഭവ സലീലം വലമാന പവമാന ഗന്ധഹസ്തി. മലയാചല സംഭവ, മലയാചലത്തിൽ നിന്ന്, മലയപർവ്വതത്തിൽ നിന്ന് ഉണ്ടായി വരുന്നതും, അതുപോലെ സലീലം വലമാന, വളരെ ലളിതമായിട്ട്, വളരെ കളിയായിട്ട്, അതായത് ലഘുവായിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന, വലമാന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളതായ പവമാനൻ എന്ന് പറഞ്ഞ ഗന്ധവാഹകനായിട്ടുള്ള, ഗന്ധവാഹകനാണല്ലോ ഈ കാറ്റിനെ ഗന്ധവാഹകൻ എന്ന് പറയും. ഗന്ധം വഹിച്ചു വരുന്ന ആ ഗന്ധവാഹകനാകുന്ന ഗന്ധഹസ്തി, അതായത് മദയാനം. അത് ശാസ്ത്രത്തിലൊക്കെ, കാമശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് അത്രേ. കാറ്റിനെ മത്തദ്വീപമായിട്ട് ഒരു മദമിളകിയ ആനയോട് ഉപമിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ശ്രീകൃഷ്ണവിലാസത്തിലും സുകുമാരകവി ഈ ഒരു വർണ്ണന നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാറ്റ് മാത്രമല്ല, ഭ്രമരാനുഗത സ്മരോപവാഹ്യ, ഭ്രമരാനുഗത, നിറയെ വണ്ടുകളും ഈ കാറ്റിൻ്റെ ഒപ്പം പറന്നു വരുന്നുണ്ട്. കാറ്റിൻ്റെ കൂടെ പറന്നു വരുന്ന വണ്ടുകൾ അതോടൊപ്പം തന്നെ സ്മരണയും വഹിക്കുന്നവനായ, അതായത് കാമദേവനെ വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റ്. അപ്പോൾ കാമദേവനെ വഹിച്ചു കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ വണ്ടുകൾ ഉണ്ടാവുക. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് കാറ്റിനെ ഒരു ആനയായിട്ടും കൂടി ഇവിടെ വർണ്ണിച്ചത്. അങ്ങനെ കാമശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട് എങ്കിലും ഇവിടെ ആരെയൊക്കെയോ പുറത്തേറ്റി വരുന്ന ഒരു മത്തദ്വീപത്തിനെ, ഒരു മദമിളകിയ ആനയെ വർണ്ണിക്കണത് പോലെ തന്നെ തോന്നും. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആനയുടെ ആനയുടെ തുമ്പിക്കൈയുടെ തൊട്ടു മുകളിൽ ഈ നെറ്റിയുടെ ഒരു ഭാഗത്ത് നിന്നാണ്, ഒരു സൈഡിൽ കൂടെ ചെന്നി എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് നിന്നാണ് മദം പൊട്ടി ഒഴുകുക. അപ്പോൾ അതിൻ്റെ ഗന്ധം ശ്വസിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകൾ ധാരാളം പറന്നു വരും, ഈച്ചകളും ഒക്കെ. അത് ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് എന്നുള്ളതൊക്കെ ശാസ്ത്രപ്രസിദ്ധമാണ്. കാവ്യങ്ങളിലും അതൊക്കെ വർണ്ണിക്കാറുണ്ട്. അപ്പോൾ ഈ കാറ്റാകുന്ന ആന, ഈ മദമിളകിയ ആന പറന്നു വരുമ്പോൾ അവിടെയുണ്ട് നിറയെ വണ്ടുകൾ. അതുപോലെ തന്നെ പുറത്ത് വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാറ്റിനോടൊപ്പം പറന്നു വരുന്നുണ്ട് കാമൻ. കാറ്റും അതുപോലെ വസന്തവും കാമദേവനും ഒക്കെ വലിയ സുഹൃത്തുക്കളാണ്. ഒരാൾ പുറപ്പെട്ടാൽ മറ്റാൾ ഉടനെ തന്നെ പുറപ്പെടും. അത്രയ്ക്ക് തമ്മിൽ നല്ല ബന്ധം ഉള്ളവരാണ് ഇവർ 3 പേരും. അപ്പോൾ അങ്ങനെ വണ്ടുകളാൽ അനുഗമിക്കപ്പെടുന്നവനും സ്മരണയെ വഹിച്ചു വരുന്നവനുമായിട്ടുള്ള പവമാനൻ എന്ന, കാറ്റെന്ന മത്തവാരണം, അത് ജീവലോകം, നിഖിലം ജീവലോകം ക്ഷോഭയതി സ്മ. നിഖിലം ജീവലോകം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും, ഇവിടെ ഗോപന്മാരെയും, അല്ലെങ്കിൽ ഗോപന്മാരെയല്ല, ഗോപസ്ത്രീകളെയും ശ്രീകൃഷ്ണനെയും മാത്രമൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ പുരുഷന്മാരെ മുഴുവനും തന്നെ ക്ഷോഭിപ്പിച്ചു. ക്ഷോഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് അസ്വസ്ഥത ഉളവാക്കി. എല്ലാവരുടെ ഉള്ളിലും കാമം വന്ന് തിരയടിക്കാൻ തുടങ്ങി ഈ ചുറ്റുപാടുകളൊക്കെ മാറിയപ്പോൾ എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്.
അപ്പോൾ കാറ്റിനെ ഒരു ആനയായിട്ട് വർണ്ണിച്ചു എന്നുള്ളത് കൊണ്ട് രൂപകാലങ്കാരാണ്. ഒരു ആന വരണത് പോലെ തന്നെയാണ്. ആനയ്ക്ക് ആരൊക്കെയാണ് കൂട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആനയുടെ പുറത്ത് ആരാണോ ഉണ്ടാവുക, ഒരു മത്ത വാരണമാണെങ്കിൽ, മതമിളകിയ ആനയാണെങ്കിൽ ആ ആനയ്ക്ക് എന്തൊക്കെ സവിശേഷതകളാണ് ഉണ്ടാവുക, അതൊക്കെ കാറ്റിനുള്ളതായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ രൂപകാലങ്കാരമുണ്ട്. അതുപോലെ അക്ഷരങ്ങളുടെ ആവർത്തനം ഉള്ളത് കൊണ്ട് അനുപ്രാസമുണ്ട്. രണ്ടും കൂടി ചേർന്നിട്ട് സംസൃഷ്ടി എന്ന് പറഞ്ഞ മിശ്രമായിട്ടുള്ള ഒരു അലങ്കാരമാണ് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ രൂപകാലങ്കാരത്തിന്റെ സൗന്ദര്യവും അനുപ്രാസം എന്നുള്ളത് വെറും ശബ്ദത്തിൽ നിൽക്കുന്ന സൗന്ദര്യമാണ്. രണ്ടും തമ്മിൽ കൂട്ടിച്ചേർക്കണം എന്ന് തോന്നാറില്ല. രണ്ട് ശബ്ദാലങ്കാരങ്ങളാണെങ്കിൽ വേണമെങ്കിൽ അതിനെ സംസൃഷ്ടി എന്ന് പറയാം. രണ്ട് അർത്ഥാലങ്കാരങ്ങളാണ്, ഉപമയും രൂപകവും അല്ലെങ്കിൽ ഉപമയും ദീപകവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് പറയുകയാണെങ്കിൽ അവിടെയും പറയാം. ഒരു ശബ്ദാലങ്കാരം ഒരു അർത്ഥാലങ്കാരം രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ അതിനെ ഒരു മിശ്രമായിട്ടുള്ള ഭാവമാണെന്ന് പറയേണ്ട കാര്യമില്ല. രണ്ടും ഒരേപോലെ തുല്യപ്രാധാന്യത്തോടു കൂടി നിന്നുകൊണ്ട് കാമന്റെ ആ വരവിനെ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്തത്. നമുക്ക് 24-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പ്രിയയാരഹിതോ മുഹൂർത്തമാത്രം തരുണോ മന്മഥശാസനാനുവർത്തി ഇതി കോകിലകൂജിതാപദേശാൻ മുഹുരാഘോഷയതി സ്മ പുഷ്പമാസ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. മാധവമാസം എന്താണ് പക്ഷികളുടെ കളകൂജനങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയണത്. പ്രിയയാ രഹിത മുഹൂർത്തമാത്രം തരുണ മന്മഥശാസനാനുവർത്തി ഇതി കോകിലകൂജിതാപദേശാത് മുഹു ആഘോഷയതി സ്മ പുഷ്പമാസ. പുഷ്പമാസ ആഘോഷയതി സ്മ. പുഷ്പമാസം ഇപ്രകാരമൊക്കെ ആഘോഷിച്ചു. പുഷ്പമാസം തന്റെ വരവ് സ്വയം തന്നെ ആഘോഷിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളരെ രസകരമായി ആസ്വദിച്ചുകൊണ്ടാണ് വസന്തകാലം വൃന്ദാവനത്തിലേക്ക്, ഗോകുലത്തിലേക്ക് ഓടി വന്നത്. അത് എന്തൊക്കെയാണ് കളകൂജനങ്ങൾ, പക്ഷികളുടെ കളകൂജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിലൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ആ കളകൂജനങ്ങളെ പറ്റി പറയാണ്. കോകില കൂജിത അപദേശാത്. കോകിലങ്ങളുടെ കൂജിതങ്ങൾ എന്ന വ്യാജേന പക്ഷികള് അഥവാ കുയിലുകള് അത് അവരെ ഒച്ചെടുക്കുക തന്നെയാണ് ചെയ്യണത്. മധു നുകർന്നുകൊണ്ടും അതുപോലെ തളിര് തിന്നുകൊണ്ടൊക്കെ വളരെ സന്തോഷം അനുഭവിക്കുന്നവരായിട്ടുള്ള പക്ഷികള്, വിശേഷിച്ച് കുയിലുകള് നല്ലവണ്ണം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. സന്തോഷത്തിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള കൂവലുകളാണ്. അപ്പോൾ അതിനെ പുഷ്പമാസത്തിന്റെ ആഘോഷ ശബ്ദമായിട്ട് കവി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയണതെന്നുണ്ടെങ്കിൽ, എന്താണ് ഈ മനുഷ്യരോട്, പ്രത്യേകിച്ച് പുരുഷന്മാരോട് വസന്തകാലം പറയണതെന്നാണെങ്കിൽ, മുഹൂർത്തമാത്രം പ്രിയയാരഹിത തരുണ. മുഹൂർത്തമാത്രം, ഒരു നിമിഷ നേരം മാത്രമേ, മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു കയ്യിഞ്ഞൊടിക്കണ സമയം അത്രേ ഉള്ളൂ. ആ സമയത്തിനെ വളരെ ദീർഘിപ്പിച്ചിട്ടാണ്, വലിച്ചു നീട്ടിയിട്ടാണ് മുഹൂർത്തം 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് എന്നൊക്കെ പറയണത്. 10:10 എന്നൊക്കെ പറയുമ്പോൾ ഒരു കൃത്യം സമയം, ആ 10:10 അങ്ങോട്ട് മുഴുവനും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, ശുഭകർമ്മങ്ങൾ, വിവാഹം, അതുപോലെ തന്നെ ഗൃഹതാമസം ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്താൽ അത് നന്നായി പര്യവസാനിക്കും എന്നുള്ളത് കൊണ്ട് ഒരു 9-നും 10-നും ഇടയ്ക്ക് എന്നൊക്കെ പറയണമെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിന് വളരെ ചെറിയ ഒരു കാലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്പനേരം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ മുഹൂർത്തം എന്നുള്ള വാക്ക് പറയണത്. പ്രിയയുമായിട്ട് വേർപെട്ടിരിക്കുന്നവനായ ഒരു തരുണൻ, ഒരു യുവാവ്, മുഹൂർത്തമാത്രം, അല്പനേരം മാത്രമേ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അയാൾ എന്തായിത്തീരും? മന്മഥ ശാസനാനുവർത്തി വർത്തധ്വം. മന്മഥ ശാസന അനുവർത്തി, മന്മഥന്റെ ശാസനയ്ക്ക് അനുവർത്തിക്കുന്നവൻ, ശാസനയെ അനുവർത്തിക്കുന്നവനായി ഭവിക്കും. അതായത് കാന്തയോടുകൂടി അല്ലാതെ ഈ വസന്തകാലം കഴിച്ചുകൂട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീരും ഓരോ കാന്തനും അല്ലെങ്കിൽ ഓരോ തരുണനും എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വസന്തകാലം. അത് ഉറക്കെ ഉറക്കെ ഘോഷിക്കുകയാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ ഒരു വസന്തകാലത്തിൽ, ഈ ഒരു വൃന്ദാവനത്തിലോ അല്ലെങ്കിൽ നല്ല സുന്ദരമായിട്ടുള്ള ഉദ്യാന പ്രദേശങ്ങളിലൊക്കെ വസിക്കുകയാണെങ്കിൽ ആ ആൾക്ക് ഒരു നിമിഷ നേരം മാത്രമേ പ്രിയയോട് വേർപിരിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അയാള് പ്രിയയെ എങ്ങനെയായാലും കണ്ടുപിടിച്ചോളും.
അങ്ങനെ വേർപെട്ട് ജീവിക്കാനേ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആക്കി തീർത്തു ഓരോരുത്തരെയും ഈ വസന്തകാലം. അതാണ് കവി പറയണത്. മന്മഥ ശാസനങ്ങൾക്ക് അനുവർത്തിയായി തീരും പെട്ടെന്ന് തന്നെ എന്നിങ്ങനെ. ഇതി കോകില കൂജിതാപദേശാത്, കോകിലങ്ങളുടെ കൂജനം എന്ന വ്യാജേന പുഷ്പമാസ ആഘോഷയതി സ്മ. പുഷ്പമാസം ആഘോഷണം ചെയ്തു. ആഘോഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ, മലയാളത്തിൽ നമ്മൾ പറയണ പോലെ ആഘോഷിക്കുക എന്ന് മാത്രമല്ല, അതിന് ഉറക്കെ ഘോഷണ എന്നൊക്കെ പറഞ്ഞാൽ ഉറക്കെ ഉറക്കെ വിജ്ഞാപനങ്ങൾ ഇറക്കുക. നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ വണ്ടികളിൽ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് ഇങ്ങനെ ഘോഷണ പ്രസ്താവനകളൊക്കെ ഇറക്കണത്. അതിനങ്ങനെ ഭയങ്കര ഒച്ചയോടും ബഹളത്തോടും കൂടിയിട്ട് ഇങ്ങനെ വണ്ടികൾ ഓടുന്നു. അതിൽ മൈക്ക് പിടിച്ചുകൊണ്ട് ഒരാൾ ഇരുന്നു കൊണ്ട് പതുക്കെ പറയണു. അതിനെ ഉച്ചഭാഷിണിയിലൂടെ അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഓരോന്നിന്റെ ഉദ്ഘാടനത്തെ പറ്റിയിട്ടും അതല്ലെങ്കിൽ ഇന്ന ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതോ പ്രധാനപ്പെട്ട സംഭവങ്ങളെ പറ്റിയിട്ടോ ഒക്കെ ഉറക്കെ ഉറക്കെ ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്തി പോകുന്നതിനെയാണ് ഇവിടെ ആഘോഷയതി എന്നുള്ള വാക്കുകൊണ്ട്, ആ ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ വന്നതിന് ശേഷം, വസന്തകാലം പറയാണ്, പുഷ്പമാസം പറയാണ്, ഞാൻ വന്നതിന് ശേഷം ഒരു നിമിഷ നേരം പോലും ആരും അവരവരുടെ പ്രിയന്മാരോട് അല്ലെങ്കിൽ പ്രിയകളോട് വേർപെട്ട് കഴിയാൻ പാടില്ല. അവരെല്ലാവരും തന്നെ മന്മഥന്റെ ശരങ്ങൾക്ക് വിധേയരാവാൻ തയ്യാറായിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉച്ചഭാഷിണികളിലൂടെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ വസന്തമാസം അവിടേക്ക്, ആ ഉദ്യാനത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് വന്നു എന്നർത്ഥം. ഇവിടെ ഉച്ചഭാഷിണിയിലൂടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആ ശബ്ദം ആരുടെയായിരുന്നു? കുയിൽനാദത്തിനെയാണ് അങ്ങനെ കവി ആ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ കുയിലുകളുടെ ശബ്ദത്തിനെ മറ്റൊന്നായിട്ട് വർണ്ണിച്ചത് കൊണ്ട്, അവയുടെ സ്വഭാവം മാറ്റിയിട്ട് വേറൊന്നിന്റെ സ്വഭാവം, ഈ ഉറക്കെയുള്ളതായ പ്രഖ്യാപനങ്ങൾ ആയിട്ട് അതിനെ ഉപമിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വർണ്ണിച്ചതുകൊണ്ട്, ഉപമിച്ചതുകൊണ്ടെന്ന് പറയുന്നത് ശരിയല്ല, അവിടെ അപന്നവം എന്ന് പറഞ്ഞിട്ടുള്ള അലങ്കാരമാണെന്ന് വ്യാഖ്യാനത്തിൽ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. മലയാജലസംഭവഃ സലീലം വലമാനഃ പവമാനഗന്ധഹസ്തി ഭ്രമരാനുഗതസ്മരോപവാഹ്യോ നിഖിലം ക്ഷോഭയതി സ്മ ജീവലോകം. പ്രിയയാ രഹിതോ മുഹൂർത്തമാത്രം തരുണോ മന്മഥശാസനാനുവർത്തി ഇതി കോകിലകൂജിതാപദേശാദ് മുഹുരാഘോഷയതി സ്മ പുഷ്പമാസ. സുന്ദരമായിട്ടുള്ള വസന്തവർണ്ണനയോട് കൂടിയിട്ടുള്ള ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.